ഹലോ ഗൈസ്, ഇന്നെന്തായാലും ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഇത്തിരി ഭക്തിസാന്ദ്രമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാലത്ത് തന്നെ അടിച്ച് തെളിച്ച് കുളിച്ച് കുട്ടികളെയും കൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. നമ്മൾ മതിക്കുന്ന അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മളിപ്പോൾ എന്തിനാണ് ഈ ഒരു കടയിൽ നിർത്തിയേക്കണേന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ ചച്ചൂട്ടനെ റെഡിയാക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്നഗ്ഗി കഴിഞ്ഞു എന്ന്. അപ്പോൾ കൊച്ചിൻ്റെ ട്രൗസർ ഇടിച്ചിട്ടാണ് കേട്ടോ പോയത്. പോകുന്ന വഴി കടയിൽ നിന്ന് സ്നഗ്ഗി മേടിച്ച് ഇടിച്ചിട്ടാണ് പോയത്, അല്ലെങ്കിൽ അമ്പലം അശുദ്ധിയാക്കുകയും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ സ്നഗ്ഗിയൊക്കെ മേടിച്ചിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അമ്പലത്തിലോട്ട് പോകുമ്പോഴുള്ള വഴി കേട്ടോ. രണ്ട് സൈഡിൽ പാടൊക്കെയാണ്. നമ്മൾ പോകുമ്പോൾ മയിലിനെയൊക്കെ കാണാറുണ്ട്, പക്ഷേ ഇന്നൊന്നിനെയും കണ്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിലോട്ട് പ്രവേശിക്കുകയാണ്. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കവാടം. ഇപ്പോൾ പുതിയതായിട്ട് പണി കഴിഞ്ഞ കാരണം കൊണ്ട് നല്ല ചന്തക്കുണ്ട് കാണാനായിട്ട്, നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അമ്പലം കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ മതിക്കുന്ന അമ്പലമാണ് ഈ കാണുന്നത്. നമ്മളവിടെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇന്നെന്തോ കല്യാണോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് കാരണം കൊണ്ട് പതിവിലും ഏറെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങനെ അമ്പലത്തിലോട്ട് കയറുകയാണ് ഗൈസ്. നമ്മളിത് അച്ഛനമ്മയൊക്കെ ഇത് ഇങ്ങനെ കയറി, അച്ഛനമ്മയല്ല കേട്ടോ, അച്ഛനും മണിക്കുട്ടിയും ഇതേ കയറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി. ഉള്ളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും നമ്മളവിടെയൊക്കെ കയറി തൊഴുത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുള്ളൊത്തി പാടായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെയും അമ്മേനെയും കുട്ടീനെയും കുട്ടികളെയൊക്കെ പാടിച്ച് നമ്മൾ അങ്ങനെ വിശന്ന് പൊരിഞ്ഞ് നിന്ന് നോക്കിയപ്പോൾ അന്നദാനം തുടങ്ങാറായിട്ടുണ്ട്. എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വരിയിൽ നിൽക്കുകയാണ്. അച്ഛനെ വരിയിൽ നിർത്തി ഞാനും ചച്ചൂട്ടനും മണിക്കുട്ടിയും കൂടി അവിടെ മാറിയിരിക്കുകയാണ്. പച്ചേനെ കണ്ടപ്പോൾ മണിക്കുട്ടി അങ്ങോട്ട് ഒരു ഒറ്റോട്ടം. പിന്നെ അവിടുത്തെ ഫുഡ് അന്നദാനം അടിപൊളിയാണ് കേട്ടോ. അമ്പലത്തിലെ ഫുഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും എന്തോരം നമുക്ക് ഇഷ്ടമില്ലാത്ത കറിയാണെങ്കിലും അവിടെ എത്തി അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ മണിക്കുട്ടി വന്ന് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് കുളത്തിൽ പോകണം അമ്മേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ കുട്ടിയുടെ ഒരു ആഗ്രഹമല്ലേ, കൊണ്ടുപോയേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. വലിയ കുളമാണ് കേട്ടോ, നല്ല ഭംഗി അവിടുത്തെ കുളം കാണാനായിട്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുളമാണ്. ഒരുപാട് പടിക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡിൽ കൂടിയും ചുറ്റി കൂടിയും മുന്നിൽ കൂടിയും ഒക്കെ പടികളുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നിന്ന് കുറച്ച് നേരം കുളത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് 2 മീനൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് സെൽഫി എടുത്ത് തിരിച്ച് വീട്ടിൽ പോരാൻ പ്ലാനിട്ട് ഞങ്ങൾ അങ്ങനെ കുളത്തിനോടും അമ്പലത്തിനോടും ടാറ്റ പറഞ്ഞ് വീട്ടിൽ പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെടുക ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.